മാലിന്യത്തിൽ നിറഞ്ഞു കിടക്കുന്ന കൊച്ചിയിലെ കനാലുകൾ മുഖം മിനുക്കുന്നു. ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. പാശ്ചാത്യ മാതൃകയിൽ കനാലുകൾ നവീകരിക്കുക, അതാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും കേരള വാട്ടർ അതോറിറ്റിയും ലക്ഷ്യമിടുന്നത്. കൊച്ചി വഴി കൊച്ചിയല്ലെങ്കിലും കൊച്ചിയിലെ കനാലുകൾക്കൊന്നും ഒരു മാറ്റവുമില്ല. മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടക്കുകയാണ്. അതിനൊരു മാറ്റം വരുത്താനാണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡും അതോടൊപ്പം തന്നെ ജല അതോറിറ്റിയും ശ്രമിക്കുന്നത്. പുതിയ പദ്ധതി വഴി കൊച്ചിയിലെ കനാലുകൾ പാശ്ചാത്യ രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷ. നഗരത്തിൽ മലിനമായി കിടക്കുന്ന പേരണ്ടൂർ, ചിലവന്നൂർ, ഇടപ്പള്ളി, തേവര, കോന്തുരുത്തി മാർക്കറ്റ് കനാലുകളാണ് നവീകരണത്തിനൊരുങ്ങുന്നത്. വെനീസ്, ആംസ്റ്റർഡാം, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് മാതൃക. 3716 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടും പരിഹരിക്കപ്പെടും. കൊതുക് നിവാരണം പരിപൂർണമാകണമെങ്കിൽ സിവേജ് വെള്ളം ഒരു കാരണവശാലും കാനയിലേക്കും തോട്ടിലേക്കും പോകരുത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. 2, സെപ്റ്റി ടാങ്കുകൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് കൊച്ചിയുടെ ഈ ഗ്രൗണ്ട് വാട്ടർ മുഴുവനും കണ്ടാമിനേറ്റഡ് ആണ്. അതുകൊണ്ടാണ് പഴയ പോലത്തെ കിണർ വെള്ളമോ അല്ലെങ്കിൽ ബോർവെല്ലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. ആ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ കാര്യം നമുക്ക് പരിഹരിക്കപ്പെടുന്നു. 3 വെള്ളക്കെട്ട്, വാട്ടർ സ്പോർട്സ്, ഫുഡ് മാർക്കറ്റ് എന്നിവയ്ക്ക് പുറമെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളും സ്ഥാപിക്കും. വാട്ടർ മെട്രോ ഉൾപ്പെടുന്ന കൊച്ചിയിലെ ജലഗതാഗത സംവിധാനം കൂടുതൽ കരുത്താർജിക്കും. പദ്ധതിയിൽ പറയുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ കൊച്ചിയുടെ ഗതാഗത മേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും വൻ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് ഉറപ്പ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ നടക്കണം. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.